രാജ്യം വലിയ രീതിയിൽ തന്നെ GDP മുന്നേറ്റം നടത്തി. ഇന്നലെ പ്രതീക്ഷിച്ച കണക്കുകൂട്ടൽ എല്ലാത്തിനും അപ്പുറത്തേക്ക് ഒരു കുതിച്ചുചാട്ടമായിരുന്നു നമ്മുടെ ഭാരതം ഇന്നലെ കൈവരിച്ചത്. പക്ഷേ ഇന്നത്തെ മലയാള മാധ്യമങ്ങൾ വിശേഷിച്ച് അത് എത്രത്തോളം ആഘോഷപൂർവ്വം കൈകാര്യം ചെയ്തു എന്നൊരു ചോദ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഒരു ആശങ്കയായി, ഒരു നിരാശയായി ഞാൻ പങ്കുവച്ചിരുന്നു. കാരണം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടല്ലോ, രാഹുൽ പറഞ്ഞ ഡെഡ് എക്കണോമി, ഇതാ ചത്തുപോയി നമ്മുടെ സാമ്പത്തിക മേഖല അപ്പാടെ. അതൊക്കെ വെണ്ടക്ക അക്ഷരത്തിൽ ആഘോഷിക്കപ്പെട്ട ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. താരിഫ് 50% ഇതാ ഡൊണാൾഡ് ട്രംപ് ചുമത്തിക്കഴിഞ്ഞു, അതിവിടെ ഗംഭീരമായി ആഘോഷിക്കപ്പെട്ടു. ഇതൊക്കെ നമ്മളെയല്ലേ ബാധിക്കുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ഇവിടെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. പക്ഷേ ഈ പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ട് നരേന്ദ്ര ഭാരതം കുതിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ഒരു വിലയിരുത്തൽ കൃത്യമായി പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നുണ്ട്. ഐസൻ, മലയാള മാധ്യമങ്ങൾക്കൊന്നും ഇതൊരു ചൂടേറിയ വാർത്തയല്ല. ജന്മഭൂമിയിൽ മാത്രമാണ് ഇതൊരു പ്രധാന തലക്കെട്ടായി വന്നത്, ഭാരതത്തിൻ്റെ ഈ മുന്നേറ്റം. മറ്റു മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തത്? ശ്യാം, തീർച്ചയായും മറ്റു മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ ഇത് കൈകാര്യം ചെയ്ത രീതി അതീവ ഗൗരവമായൊരു നീതി നിഷേധമായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അറിയാനുള്ള അവകാശത്തെ സംരക്ഷിക്കുക എന്ന അത്യധികമായൊരു ഉത്തരവാദിത്വമാണ് ഈ മാധ്യമങ്ങൾക്കുള്ളത്. അത് സർക്കാരിൻ്റെയോ സർക്കാരിതര സംവിധാനങ്ങളുടെയോ ആരുടെയും ആയാലും ഇതാണ് വസ്തുത എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗത്ത് വലിയൊരു വീഴ്ച മലയാള മാധ്യമങ്ങൾ വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മലയാള പത്രങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഈ ദേശീയ മാധ്യമങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലെല്ലാം തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇക്കണോമിക് ടൈംസ് ഒന്നാമത്തെ വാർത്തയായാണ് ഇത് നൽകിയിരിക്കുന്നത്. 8.2% ഇന്ത്യ രജിസ്റ്റേഴ്സ് ഹയസ്റ്റ് ഗ്രോത്ത് ഇൻ 6 ക്വാർട്ടേഴ്സ്. അതായത് 6 പാദവാർഷികങ്ങളിൽ, അതായത് 3 മാസം ഉൾക്കൊള്ളുന്ന ഒരു പാദവാർഷികത്തിൻ്റെ 6 എണ്ണത്തിൽ ഏറ്റവും കൂടിയത്, അതായത് 18 മാസത്തെ ഏറ്റവും വലിയ വളർച്ച, 18 മാസത്തെ ഉൾക്കൊള്ളുന്ന ആ ഒരു കണക്കിൽ ഏറ്റവും വലിയ വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നു. 8.2. ഇത് റിയൽ GDP ആണ്, റിയൽ GDP ഗ്രോത്ത് ആണ്. അതായത് നോമിനൽ GDP ഉണ്ട്, റിയൽ GDP ഉണ്ട്. നോമിനൽ എന്ന് പറയുന്നത് അത് ഇൻഫ്ലേഷൻ്റെ സാധ്യത അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിൻ്റെ സാധ്യത ഉൾക്കൊള്ളുന്ന കണക്കാണ്. അത് 8.7 ഒക്കെ ഉണ്ടെങ്കിലും ആക്ച്വലായ കൃത്യമായ റിയൽ GDP എന്ന് പറയുന്നത് 8.2. യഥാർത്ഥത്തിൽ, അതായത് പണപ്പെരുപ്പത്തിൻ്റെ നിരക്ക് ഒഴിവാക്കിക്കൊണ്ടുള്ള കണക്കിൽ യഥാർത്ഥ വളർച്ച 8.2 രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത വർഷം 7% വളർച്ച ലഭ്യമാകുമെന്ന് ഉറപ്പിക്കാവുന്ന ഒരു നേട്ടം സാമ്പത്തിക രംഗത്ത് ഭാരതം നേടിയിരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ദൃഷ്ടാന്തമാണ്, കണക്കാണ്. ഇത് കണക്ക് ഒരു പോയിൻ്റ് അങ്ങോട്ടോ ഒരു പോയിൻ്റ് ഇങ്ങോട്ടോ മാറിയാൽ കണക്കായി തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 8.2 എന്ന് പറയുമ്പോൾ കൃത്യമായ കണക്കാണ്. അത് എല്ലാ മാധ്യമങ്ങളും, അത് എക്കണോമിക് ടൈംസിലാകട്ടെ, അതുപോലെ തന്നെ GDP ഗ്രോ 8.2% ഇൻ Q2, ഫാസ്റ്റസ്റ്റ് ഇൻ 6 ക്വാർട്ടേഴ്സ് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നുണ്ട്. ഹിന്ദു ദിനപത്രം അതും കൃത്യമായി 8.2% വളർച്ച രണ്ടാം പാദത്തിൽ, സെപ്റ്റംബറിൽ അവസാനിച്ച രണ്ടാം പാദത്തിലുണ്ട്. 6 ക്വാർട്ടറുകളിലെ ഏറ്റവും വലിയ വളർച്ച നേടിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിലും പ്രധാന വാർത്ത ഇത് തന്നെയാണ്. അതായത് എല്ലാ പത്രങ്ങളിലും പ്രധാന വാർത്തയായി ദേശീയ മാധ്യമങ്ങളിൽ വരുന്നു. പ്രത്യേകിച്ചും നമുക്ക് ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ, ദ എക്കണോമിക് ടൈംസ് എന്നൊക്കെ പറയുന്ന പത്രങ്ങൾ എടുക്കാമെങ്കിലും കൂടി ദി ഹിന്ദുവിൽ ഉൾപ്പെടെ കൃത്യമായ കാര്യം ഒന്നാമത്തെ വാർത്തയായി വന്നിരിക്കുന്നു. അതേസമയം മറ്റു പത്രങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പത്രത്തിലും ഇത് മുൻ പേജിൽ കാണാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാധ്യമത്തിൽ ഇപ്പോൾ ഇല്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മംഗളത്തിലും ഈ ഇത്തരത്തിലൊരു വാർത്ത, ഇത് എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ തന്നെ. ദേശാഭിമാനി നമുക്ക് ഇക്കാര്യത്തിലൊരു എക്സംഷണൽ കേസാണ്. അതൊരു പാർട്ടിയുടെ പത്രമാണ്. സ്വാഭാവികമായും ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച് കൃത്യമായൊരു വിശദീകരണം നൽകുന്നതിൽ ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒരു വസ്തുത അതിൽ നിലനിൽക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ദേശാഭിമാനിയിൽ ഈ വാർത്ത വന്നിട്ടില്ല, വാർത്ത കൃത്യമായി അത് പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതൊരു ഗൗരവമേറിയ വിഷയം തന്നെയാണ്. അത്തരത്തിൽ മലയാള മാധ്യമങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തെ അവഗണിക്കുന്നൊരു സ്വഭാവം. ഇന്നലെ 4 മണിക്കാണ് ഔദ്യോഗികമായി ഈ വാർത്ത പുറത്തുവിടുന്നത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വാർത്ത പുറത്തു വന്ന ദിവസവും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ സൈറ്റിൽ കിടക്കുന്ന സമയവും 4 മണിയാണ്. ഇന്നലെ വൈകുന്നേരം 4 മണിയാണ്. ഏത് പത്രത്തിനും അത് പ്രിൻ്റ് ചെയ്യാനും അതിൻ്റെ ഡാറ്റകൾ ലഭ്യമാക്കാനും സാധിക്കും. അതേസമയം നമ്മൾ ഇന്നലെ തന്നെ ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന് അനുകൂലമായി പല ഗ്രാഫിക് പ്രസൻറ്റേഷനും ഗ്രാഫ്സും നമുക്ക് നൽകാൻ സാധിച്ചു. ഓൺലൈനായി ലഭ്യമായി തന്നെ നമ്മൾ തയ്യാറാക്കുന്നതിനുപരിയായി ദേശീയ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാക്കിയ ഗ്രാഫ്സ് പോലും നമുക്ക് നൽകാൻ സാധിച്ചു. അത്രയും വിശദ സമഗ്ര വിവരങ്ങൾ ഉണ്ടായിരുന്നൊരു വിഷയത്തിൽ ഇത്തരമൊരു അവഗണന കാണിച്ചത് എന്തിന് എന്നത് ഭാരതത്തിൻ്റെ ഉൾപ്പെടുന്ന ഭാഗമല്ലേ കേരളം എന്നൊക്കെ സംശയിച്ചു പോവുകയാണ്. തീർച്ചയായും വളരെ അവസാനത്തെ സെൻറ്റൻസാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് സർ. ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകം തന്നെയാണ് കേരളവും കശ്മീരും ഒക്കെ തന്നെ. എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഇത് അവതരിപ്പിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക്
എത്തിക്കുകയും ചെയ്യും എന്നൊരു ഉറപ്പാണ്. അതിനാണ് ഞങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ടീം ജനം മുന്നോട്ട് പോകുന്നത്. കാരണം ഞങ്ങൾക്ക് ദേശീയതയും സാംസ്കാരികതയും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെയില്ല.